പറവൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി ET ടൈസൺ മാസ്റ്റർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ പ്രകടനമായാണ് അദ്ദേഹം പത്രിക സമർപ്പിക്കാനെത്തിയത്. കേരളം തുടർ ഭരണത്തിലേക്ക് നീങ്ങുകയാണെന്നും പറവൂരിന്റെ വികസനത്തിനാണ് മുൻഗണനയെന്നും ടൈസൺ മാസ്റ്റർ. പറവൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി ET ടൈസൺ മാസ്റ്റർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സഹവരണാധികാരി പറവൂർ തഹസിൽദാർ N സോമൻ മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. അമ്മൻ കോവിലിന് സമീപത്തു നിന്നും നേതാക്കൾക്കും നൂറുകണക്കിന് പ്രവർത്തകർക്കുമൊപ്പം കച്ചേരി മൈതാനി വരെ പ്രകടനമായെത്തിയാണ് പത്രിക നൽകിയത്. കേരളം തുടർ ഭരണത്തിലേക്ക് നീങ്ങുകയാണെന്നും അതിനോട് ജനങ്ങൾ പ്രതികരിക്കുന്നതായും ET ടൈസൺ മാസ്റ്റർ പറഞ്ഞു. കേരളം ഒരു തുടർ ഭരണത്തിലേക്ക് നീങ്ങുകയാണ്. അതനുസരിച്ച് ഏത് സ്ഥലത്ത് പോകുമ്പോഴും ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. സമസ്ത മേഖലകളിലും വികസനത്തിൻ്റെ, ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത വികസനത്തിൻ്റെ വലിയ തലങ്ങൾ സൃഷ്ടിച്ച ഗവൺമെൻറ്റാണ് നിലവിലുള്ളത്. ആ തുടർച്ച എന്ന് പറയുന്നത് അനിതര സാധാരണമായ ഇനിയും വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മാൻഡിഡേറ്റായി ഇപ്രാവശ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മുടെ നാട്ടുകാരുടെ കാഴ്ചപ്പാട് അനുസരിച്ച്, അവരുടെ ഇംഗിതത്തിനനുസരിച്ച്, അതാണ് ഞങ്ങൾ എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന നാട്ടുകാർ അറിഞ്ഞിട്ടുള്ള വികസനം എന്ന് പറയുന്ന പ്രക്രിയ, ഇവിടുത്തെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള ഒരു വികസന പ്രക്രിയ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്രാവശ്യം തീർച്ചയായും അത്തരത്തിലുള്ള ഒരു ജനവിധി ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ കാൽനൂറ്റാണ്ടിൽ നിന്ന് വ്യത്യസ്തമായി പറവൂരിലെ ജനങ്ങളുടെ കാഴ്ചപ്പാടിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനാണ് ശ്രമമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം S ശർമ്മ, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KM ദിനകരൻ, CPIM ഏരിയ സെക്രട്ടറി TV നിതിൻ, ജില്ലാ കമ്മിറ്റി അംഗം PS ശൈല, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PA അയൂബ് ഖാൻ എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പറവൂർ. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.